ഹലോ, അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, എനിക്ക് സുഖമാണ്. ഇന്ന് ഞാനൊരു വൈകുന്നേരത്തെ വിശേഷങ്ങളും പിറ്റേന്ന് ഉച്ചക്കത്തെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. നാടൻ ഫുഡും ഹെൽത്തി ഫുഡുമാണ് ഞാൻ വൈകുന്നേരം ചില ദിവസങ്ങളിൽ കഴിക്കുന്ന ഫുഡൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. ഇതെൻ്റെ പച്ചക്കറിയാണ്. അവയെ നനക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് പച്ചക്കറി. പിന്നെ കുറച്ച് പറിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പം ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അതിൽ നിന്ന് കുറച്ച് പറിച്ചും കുറച്ച് ഇലകളൊക്കെ ഇട്ടിട്ടൊരു റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ചില ദിവസങ്ങളിലൊക്കെ അതാണ് കഴിക്കൽ. ഷുഗർ കുറയാനും പിന്നെ നമുക്ക് ശരീരത്തിന് ക്ഷീണമൊക്കെ അകറ്റാനൊക്കെ അങ്ങനെ കഴിച്ചാൽ മതി. അത് മാത്രം കഴിക്കണം. അതിലോട്ട് അല്ലെങ്കിൽ മീനോ ചിക്കനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടാം. പിന്നെ ചോറോ കഞ്ഞിയോ അങ്ങനെയൊന്നും കുടിക്കാൻ പാടില്ല. അപ്പോൾ നല്ല ഹെൽത്തി ഫുഡാവും. ഷുഗർ കുറയാനും എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, വീഡിയോ കണ്ടു നോക്കുക. എൻ്റെ ചെടികളൊക്കെയാണ് കേട്ടോ ഞാൻ നനയ്ക്കുന്നത്. പിന്നെ ഞാൻ കുറേ പയറൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പയറൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുകയാണ്. പിന്നെ എൻ്റെ ബോഗൺവില്ല വിരിഞ്ഞതാണിത്. ഈ കാലാവസ്ഥയിലാണല്ലോ പൂക്കളൊക്കെ നിറയെ ഉണ്ടാവുക. അപ്പം ഞാനിന്ന് വൈകുന്നേരം പറിച്ചതാണിത്. കുറച്ച് വഴുതനങ്ങ പറിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇലകളുണ്ട്. കോവയ്ക്കൻ്റെ ഇല ഉണ്ട്. പിന്നെന്താണ് കഞ്ഞിത്തൂവ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇല ഉണ്ട്. വഴുതനങ്ങ ഉണ്ട്, വെണ്ട ഉണ്ട്. അപ്പം ഇനി അത് എല്ലാം ക്ലീൻ ചെയ്ത് മുറിച്ചെടുക്കാൻ പോവാണ്. അപ്പം ഞാനെല്ലാം കഴുകി ഒക്കെ ഓരോന്നോരോന്ന് പുഴുവൊക്കെ ഉണ്ടോ നോക്കുകയാണ് കേട്ടോ. ഒക്കെ കഴുകി എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഇലയും വഴുതനങ്ങയും കൂട്ടിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. കോവക്കൻ്റെ ഇളയ തണ്ടാണ് കേട്ടോ അത് മുറിച്ച് നമ്മൾ ഇല വെക്കുന്നതിൽ ഇട്ട് കൊടുക്കുക. പിന്നെ മൂത്ത തണ്ട് പറ്റൂല, ഇളയ തണ്ടേ പറ്റുള്ളൂ. എന്നാൽ പിന്നെ അവിടെ പൊട്ടിത്തെഴുത്ത് നല്ല കമ്പൊക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്പൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങും. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറിക്ക് ഇംഗ്ലീഷ് വളമൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെന്താ പറയുക, മരുന്ന് ഒന്നും അടിച്ചിട്ടില്ല. കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ടാണ് അടിച്ചു കൊടുക്കൽ. ഇതിനൊരു വാടൽ രോഗമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് അടിച്ചു കൊടുക്കുക. അതുപോലെ പെപ്സി അടിച്ചു കൊടുക്കുക. അതിനൊക്കെ നല്ല റിസൾട്ടാട്ടോ കിട്ടിയത്. വഴുതനങ്ങ ഇതുപോലെ പീസാക്കി മുറിച്ചാൽ മതി. അധികം ചെറുതും വേണ്ട, എന്നാൽ ഒരുപാട് വലുതും വേണ്ട. അപ്പോൾ ഞാനൊരു മണ്ണും ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് വഴുതനങ്ങയും വെണ്ടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഷുഗറൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ നല്ലതാണ്. ഫാറ്റി ലിവർ, ഷുഗർ, വെയിറ്റ് കുറക്കാൻ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ. നമുക്ക് വിശക്കൊന്നുമില്ല ഇത് കഴിച്ച് കിടന്നാൽ. പിന്നെ
നമ്മൾ വിചാരിക്കും ഇത് മാത്രം കഴിച്ചാൽ പിന്നെ എങ്ങനെ വിശക്കൂല എന്നൊക്കെ. ഇല്ല, വിശക്കൊന്നുമില്ല. ഞാൻ പിന്നെ ഒരു 5-6 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ച ഇലകളൊക്കെ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് അമർത്തി കൊടുക്കുക. ഉപ്പ് ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ നോക്കി. അപ്പോൾ ഉപ്പെല്ലാം പാകമാണ്. ഇനി ഒന്നും കൂടി തിളച്ചിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് തീ ഓഫാക്കിയിടുക. പിന്നെ നമുക്ക് കഴിക്കട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവുമോ എന്നറിയില്ല. നല്ല ഹെൽത്തി ഫുഡാണ്. നല്ല ജ്യൂസാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ആ ജ്യൂസൊക്കെ കഴിക്കാൻ, കുടിക്കാനൊക്കെ. അപ്പോൾ ഇനി ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കട്ടെ. പിറ്റേന്ന് ഉച്ചക്കാണ് കേട്ടോ ഞാൻ ഇത് ഉണ്ടാക്കണത്. മീനാണ് കിട്ടിയത്. മീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഇന്നത്തെ പോലെ തന്നെ കൂട്ടാനാണ്. ഞാനിപ്പോൾ ചോറൊന്നല്ല അധികം വെക്കൽ, ഞാൻ കൂട്ടാനാണ്. പിന്നെ ഞാനൊരു വെള്ളം തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ആഫ്രിക്കൻ മല്ലിയാണ്. ആ മല്ലി ഇട്ടിട്ട് കുടിക്കാനൊരു വെള്ളം തിളപ്പിച്ച് വെക്കും. നമുക്ക് യൂറിക് ആസിഡൊക്കെ കുറയാൻ നല്ലതാണ് ഇത്. ഇത് നല്ലോണം തിളപ്പിച്ച് വെച്ചാൽ നമ്മൾ വെള്ളം കുടിക്കുന്നതിന് പകരം ഇത് കുടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇനി മീനൊന്ന് പൊരിക്കാൻ കുറച്ച് തേച്ച് വെക്കുകയാണ്. സാദാ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കാശ്മീരി മുളക് പൊടി, വലിയ ജീരകം. നാരങ്ങ 1 അരമുറി പിഴിയാം. ഇപ്പം നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ ഓഫാക്കാം. ചൂടാറിയതിന് ശേഷം കുടിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ മീനൊക്കെ തേച്ച് കഴിഞ്ഞിട്ടോ. ഇനി ഞാനൊരു ഡബയിലിട്ട് വെക്കുകയാണ്. ഫ്രിഡ്ജിൽ വെക്കും. ഇത് നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ട് ആവശ്യാനുസരണം എടുത്ത് പൊരിക്കലാണ്. അപ്പോൾ നമ്മൾ മീൻ പൊരിക്കാനെടുത്തതിൻ്റെ ആ ചട്ടിയിലുള്ള കുറച്ച് മുളകും ഇതൊക്കെയാണ് കേട്ടോ. അതവിടെ എടുത്ത് വെച്ചിരിക്കണ്. ഇനി മുളകിടാനാണ്. അപ്പോൾ ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു മണ്ണിൻചട്ടി അടുപ്പത്ത് വെച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് പൊട്ടി വരട്ടെ. കറിവേപ്പില, ചെറിയ ഉള്ളി, വലിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്.
ഞാൻ അധികം മീൻ കിട്ടിയാൽ ഇങ്ങനെ മുളകിടലാണ് കേട്ടോ. തേങ്ങ അരച്ച് കറി വെക്കൽ കുറവാണ്. പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്ത് ഇനി നല്ലോണം ഇളക്കി കൊടുക്കുക. നമ്മളെ എണ്ണയിൽ ആ പൊടികളൊക്കെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. പിന്നെ ഞാൻ തക്കാളി 2 ജ്യൂസ് അടിച്ചിട്ട് അതാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചില്ലായിരുന്നു പൊരിക്കാനുള്ള വെള്ളം, അതാണ് ഒഴിച്ചു കൊടുത്തത്. ഇനിയിപ്പോൾ പുളി ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ മിക്സി ചുഴറ്റിയിട്ട് അതിൻ്റെ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ഇനി മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. കുറച്ച് പുളിയും കൂടി ഉണ്ടായതിന് അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളെ മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. മീൻ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മളെ കറിയൊക്കെ ഒരുവിധം പാകമായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല തിക്കും അല്ല, എന്നാൽ നല്ല ലൂസായിട്ടുള്ള കറിയല്ല കേട്ടോ. നല്ല ഗ്രേവിയൊക്കെ ഉള്ളൊരു കറിയാണ്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല മീൻ കറി. ഇപ്പോൾ അത് ഇനി നമ്മൾ കൂട്ടാൻ വെക്കണം, അതിന് പോവാണ്. ഇനി ഞാൻ വാഴക്ക, പൂള, കറുകത്ത് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ക്ലീനാക്കിയിട്ട്. ഇനിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. എല്ലാവരും ഇതുപോലെയൊക്കെ ഉണ്ടാക്കലുണ്ടാവുന്ന അറിയാം, എന്നാലും ഞാനൊന്ന് കാണിച്ചു എന്നുള്ളൂ ഞാനുണ്ടാക്കുന്ന രീതി.
തീ ഓഫാക്കാം. അപ്പം ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോവാണ്. കൂട്ടാനൊക്കെ എടുത്തു, അതിലോട്ട് ഞാൻ മീൻ കറി ഒഴിച്ചു. അപ്പം ഞാൻ കഴിക്കാൻ പോവാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ, ഞാൻ ഉണ്ടാക്കിയ ഫുഡൊക്കെ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ ഒന്ന് തൊട്ടാൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.